എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നുള്ള നമ്മളെ മൊഡ്യൂളിലെ അവസാന SCRT ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പത്താം ക്ലാസ് കെമിസ്ട്രിയിലെ 7ാമത്തെ അധ്യായമായ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ അവസാനത്തെ ചാപ്റ്ററായി ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ പോളിമറൈസേഷൻ എന്നുള്ള ഭാഗം നമ്മൾ മുൻ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ആ ഒരു ടോപ്പിക്ക് മാത്രമാണ് ഇതിൽ ഈ മൊഡ്യൂളിൽ ശരിക്ക് ഉൾപ്പെടുത്തേണ്ടതുള്ളൂ. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ വേറെയും കുറേ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 7ാമത്തെ അധ്യായമായ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിലേക്ക് പോവാം. നിത്യജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നമ്മൾ നിരവധി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഓർഗാനിക് രസതന്ത്രത്തിൻ്റെ സംഭാവനകളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ മരുന്നുകൾ, പോളിമറുകൾ, ഇന്ധനങ്ങൾ, ആൽക്കഹോള്, സോപ്പ്, ഡിറ്റർജൻറ്റ് എന്നിവയൊക്കെ എന്നിവയൊക്കെ ഓർഗാനിക് സംയുക്തങ്ങളാണ്. ഇതെല്ലാം ഓർഗാനിക് രസതന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ സംഭാവനകളാണ്. ഇതിൽ ഓരോന്നിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ നമുക്ക് പഠിക്കാനുള്ളത് ആദേശ രാസപ്രവർത്തനങ്ങളാണ്. ആദേശ രാസപ്രവർത്തനങ്ങൾ അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംയുക്തത്തിൽ ഒരു ആറ്റത്തെ മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു ആറ്റമോ അല്ലെങ്കിൽ ഒരാറ്റത്തിൻ്റെ ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ. നമ്മൾ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ഒരു സംയുക്തത്തിൽ ഒരു ആറ്റത്തെ മാറ്റിക്കൊണ്ട് അതിൻ്റെ സ്ഥാനത്തേക്ക് വേറെ ഒരു ആറ്റമോ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ഗ്രൂപ്പോ വന്നു ചേരുന്ന പ്രവർത്തനങ്ങളാണിത് ആദേശ പ്രവർത്തനങ്ങൾ. മലയാളത്തിൽ ആദേശ പ്രവർത്തനങ്ങൾ എന്ന് പറയും, ഇംഗ്ലീഷിൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇംഗ്ലീഷിൽ നമുക്ക് പറയുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പകരം വരിക. അതായത് ഒരു ആറ്റത്തെ മാറ്റിയും കൊണ്ട് അതിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യും, വേറെ ഒരു ആറ്റമോ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനമാണിത് ആദേശ രാസപ്രവർത്തനങ്ങൾ. ഇനി നമുക്കിതിൻ്റെ ഉദാഹരണം നോക്കാം. നമ്മൾ മീഥൈന് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ക്ലോറിനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ മീഥൈൻ്റെ രാസസൂത്രവാക്യം CH4 ആണ്. ഇത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ക്ലോറിനുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വിവിധ ഘട്ടങ്ങൾ നോക്കാം. ഒന്നാമത്തെ ഘട്ടമാകുമ്പോൾ എന്താണ്? ഒരു ക്ലോറിൻ ആറ്റവും 4 ഹൈഡ്രജൻ ആറ്റമാണ് ആദ്യത്തെ ഘട്ടം. ഇതിൻ്റെ മീഥൈൻ്റെ ഘടന. ഒരു കാർബൺ ആറ്റവും 4 ഹൈഡ്രജൻ ആറ്റമാണിത് മീഥൈൻ. ക്ലോറിന് പറയുമ്പോൾ എന്താണ്? ക്ലോറിൻ ആറ്റം. ഇനി മീഥൈനും ക്ലോറിനും ആദ്യ ഘട്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ആറ്റം മാതൃക നിങ്ങൾ നോക്കുക, എങ്ങനെയാണ് ആറ്റത്തിൻ്റെ വിന്യാസം എന്നുള്ളത്. ഇതിന് ക്ലോറിനുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ, അതായത് ഒരു ഹൈഡ്രജൻ, ഈ 4 ഹൈഡ്രജൻ ആറ്റങ്ങളിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റിയിട്ട് അവിടെ വരുന്നുണ്ട്? ക്ലോറിൻ ആറ്റം വരുന്നുണ്ട്. അപ്പോൾ അതാണ് ആദ്യ ഘട്ടത്തിൽ എന്ത് ചെയ്യും, ഒരു ഹൈഡ്രജൻ, അതായത് മീഥൈന് ക്ലോറോമീഥൈനായി മാറും. ആദ്യം നമ്മൾ മീഥൈനാണ് ആദ്യ ഘട്ടത്തിൽ എന്ത് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റിയും കൊണ്ട് എന്ത് ചെയ്യും, അവിടെ ഒരു ക്ലോറിൻ ആറ്റം വന്നു ചേരും. അപ്പോൾ അതെന്താവും, മീഥൈൻ എന്ത് ചെയ്യും, ക്ലോറോമീഥൈനായിട്ട് മാറും. മീഥൈൻ എന്താവും, ക്ലോറോമീഥൈനായിട്ട് മാറും. ഇനി രണ്ടാം ഘട്ടത്തിലാണെങ്കിലോ, ഇതിന് 4 ഘട്ടമുണ്ട്. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഇവിടെ എന്ത് ചെയ്യും, വീണ്ടും അതെന്ത് ചെയ്യും, ഡൈക്ലോറോമീഥൈനായി മാറും. ഇവിടെ നോക്കുമ്പോൾ 2 ക്ലോറിൻ ആറ്റങ്ങൾ വരും. 2 ഹൈഡ്രജൻ ആറ്റങ്ങളെ മാറ്റി 2 ക്ലോറിൻ ആറ്റങ്ങൾ വരും. ഇതാണെന്ത്, ഡൈക്ലോറോമീഥൈൻ. മൂന്നാം ഘട്ടത്തിലാണെങ്കിൽ അതെന്ത് ചെയ്യും, 3 ഹൈഡ്രജൻ ആറ്റങ്ങളെ മാറ്റിയിട്ട് 3 ക്ലോറിന് വരും. അതാണ് ട്രൈക്ലോറോമീഥൈൻ. ഇനി നാലാമത്തെ ഘട്ടത്തിലാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഹൈഡ്രജൻ ആറ്റങ്ങളെ വീണ്ടും മാറ്റിയിട്ട് എന്ത് ചെയ്യും, അവിടെ
വീണ്ടും ക്ലോറിൻ ആറ്റങ്ങൾ വരും. ഇതാണെന്ത് ടെട്രാ ക്ലോറിൻ മീഥൈൻ അല്ലെങ്കിൽ കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ടെട്രാ ക്ലോറോ മീഥൈൻ അല്ലെങ്കിൽ കാർബൺ ടെട്രാ ക്ലോറൈഡ്. അപ്പോൾ ഇതാണ് ഓരോ ഹൈഡ്രജൻ ആറ്റങ്ങളെ മാറ്റിയിട്ട് അവിടെ എന്താണ് ക്ലോറിൻ ആറ്റങ്ങൾ വന്നു ചേരുകയാണ്. അവസാനം എത്തുമ്പോൾ എന്ത് ചെയ്യും ക്ലോറിൻ്റെ ഒരു കൂട്ടം ആറ്റങ്ങൾ തന്നെ വന്ന് ഹൈഡ്രജൻ ആറ്റങ്ങളെ മാറ്റിയിട്ട് അവിടെ വന്നു ചേരുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് പറയുന്നത് ആദേശ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. മീഥൈൽ ക്ലോറിനുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് എന്തുണ്ട് ഓരോ ഹൈഡ്രജൻ ആറ്റത്തെയും മാറ്റി പകരം ക്ലോറിൻ ആറ്റം വന്നു ചേരുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ക്ലോറോ മീഥൈന്, ഡൈക്ലോറോ മീഥൈന്, ട്രൈക്ലോറോ മീഥൈന്, അതുപോലെ ടെട്രാക്ലോറോ മീഥൈന് എന്നീ സംയുക്തങ്ങളുടെ മിശ്രിതം ഉണ്ടാകും. 4 ഘട്ടമാകുമ്പോൾ ഇങ്ങനെ 4 സംയുക്തങ്ങളുടെ മിശ്രിതം ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്ത് ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി അടുത്ത രാസപ്രവർത്തനമാണ് അഡീഷണൽ റിയാക്ഷൻ അല്ലെങ്കിൽ അഡീഷണൽ രാസപ്രവർത്തനം. ആദേശപ്പം നമ്മൾ പഠിച്ചു. ഇനി അഡീഷണൽ രാസപ്രവർത്തനം എന്താണ് എന്നുള്ളത് നോക്കാം. അഡീഷൻ രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദ്വിബന്ധനം അല്ലെങ്കിൽ ത്രിബന്ധനമുള്ള അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ മറ്റു ചില തന്മാത്രകളുമായി ചേർന്നിട്ട് പൂരിത സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനം. ദ്വിബന്ധനം അല്ലെങ്കിൽ ത്രിബന്ധനമുള്ള അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ എന്ത് ചെയ്യും മറ്റു ചില തന്മാത്രകളുമായിട്ട് ചേർന്ന് പൂരിത സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനം. ഒന്നുകൂടിയും പറയാം, ദ്വിബന്ധനം അല്ലെങ്കിൽ ത്രിബന്ധനമുള്ള പൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ എന്ത് ചെയ്യും മറ്റു ചില തന്മാത്രകളുമായി ചേർന്നിട്ട് പൂരിത സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനം. അതിൻ്റെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഉയർന്ന താപനിലയിൽ എന്ത് ചെയ്യും നിക്കൽ ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈഥൈന് ഹൈഡ്രജനുമായി പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ രാസസമവാക്യമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഹൈഡ്രജന് പ്രവർത്തിക്കുമ്പോൾ എന്താവും നിക്കലിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ പ്രവർത്തിക്കുമ്പോൾ CH3 - CH3 ഈഥൈലായിരിക്കും. ഈഥീൻ എന്താവും ഈഥൈലായിട്ട് മാറും. ഇതിൻ്റെ വിന്യാസം കണ്ടോ, ആദ്യം 2 കാർബൺ ആറ്റം പിന്നെ 4 ഹൈഡ്രജൻ ആറ്റമാണ്. അത് അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റവുമായി പ്രവർത്തിച്ച് നിക്കലിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ആറ്റവുമായി പ്രവർത്തിക്കുമ്പോൾ എന്താവും അത് 6 ഹൈഡ്രജൻ ആറ്റവും 2 കാർബൺ ആറ്റവും ആയി മാറും. അങ്ങനെ എന്ത് 2 സെറ്റ് ആയി മാറും. 2 CH3യുടെ 2 സെറ്റായതുകൊണ്ട് ഇത് മാറും. 1 കാർബൺ ആറ്റവും 3 ഹൈഡ്രജനും ആയിട്ടുള്ള 2 സെറ്റായതുകൊണ്ട് ഇത് മാറും. ആദ്യം ഇതെന്താണ് 2 കാർബൺ ആറ്റവും 2 ഹൈഡ്രജൻ ആറ്റമുള്ള 2 സെറ്റുകളായിരുന്നു. അത് വീണ്ടും ഹൈഡ്രജനുമായി പ്രവർത്തിക്കുമ്പോൾ നിക്കലിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും 3 ഹൈഡ്രജൻ ആറ്റമുള്ള 2 സെറ്റുകളായിട്ട് മാറും. അപ്പോൾ ഈഥൈനാണ് ഈഥൈനായി മാറും. ഇനി അതെന്താവും പ്രൊപ്പീന് ഡൈക്ലോറോ പ്രൊപ്പീനായിട്ട് മാറും. ഇതേ പ്രവർത്തനം തന്നെ നമ്മൾ പ്രൊപ്പീനിലെടുക്കുമ്പോൾ ഇവിടെ അറിയാം 3 കാർബൺ ആറ്റങ്ങളും എത്രയാണ് 6 ഹൈഡ്രജൻ ആറ്റങ്ങളും ഉള്ള ഒരു സെറ്റാണ്. അത് CH3 CH എന്നുള്ള ഈ ഒരു സെറ്റ് വീണ്ടും എന്താവും അത് ക്ലോറിനുമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യും CH3 CH Cl CH2 Cl എന്നിങ്ങനെയായിട്ട് ഡൈക്ലോറോ പ്രൊപ്പൈനായിട്ട് മാറും. പ്രൊപ്പീൻ എന്ത് ചെയ്യും ഡൈക്ലോറോ പ്രൊപ്പീനായിട്ട് മാറും. ഇനി നമ്മളോട് അതിൻ്റെ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ എന്താണ് ആൽക്കലൈനുകളായ ഈഥൻ ഹൈഡ്രജനുമായി അഡീഷണൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ സമവാക്യമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഈഥൈന് ഈഥീനാവും, ഈഥീന് ഈഥൈനാവും. അപ്പോൾ ഇതാണ് എന്ത് അഡീഷൻ രാസപ്രവർത്തനം എന്ന് അറിയപ്പെടുന്നത്. ഇനി പോളിമറൈസേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇതേപോലെ ഈ അഡീഷൻ പ്രവർത്തനം നടത്തുമെന്ന് പറഞ്ഞു. അഡീഷൻ പ്രവർത്തനം നടത്തി പൂരിത സംയുക്തങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ എന്ത് ചെയ്യും ഇതുപോലെ അനേകം ഈഥീൻ തന്മാത്രകൾ എന്ത് ചെയ്യും ഉന്നത മർദ്ദത്തിലും താപനിലയിലും ഒരു ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യം, നേരത്തെ നമ്മൾ നിക്കലിൻ്റെ സാന്നിധ്യത്തിലാണ് പറഞ്ഞത്, അതുപോലുള്ള ഏതെങ്കിലും ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒന്നിച്ച് ചേരുമ്പോൾ എന്താവും കൂടുതൽ ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ കൂടുതൽ ഉണ്ടാകുന്ന ഉൽപ്പന്നമാണെന്ത് പോളിത്തീൻ. അപ്പോൾ ഇതുപോലെ കൂടുതൽ ചെറു തന്മാത്രകൾ ചേർന്നിട്ട് വലുതായി മാറുന്ന ഈ ഒരു ഇതാണ് എന്ത് പോളിത്തീൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ള ലഘുവായ അനേകം കുറച്ച് തന്മാത്രകൾ ചേർന്നിട്ട് അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നിച്ച് ചേർന്നിട്ട് എന്ത് ചെയ്യും, സങ്കീർണമായ വലിയ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണിത് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ ഈ അഡീഷൻ പ്രവർത്തനം എന്ത് ചെയ്യും, പൂരിത സംയുക്തങ്ങളാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈഥീൻ്റെ തന്മാത്രകൾ അഡീഷൻ പ്രവർത്തനം നടത്തി പൂരിത സംയുക്തങ്ങളാവും. ഈ അനേകം ഈഥീൻ തന്മാത്രകൾ കൂടി ചേർന്നിട്ട് എന്താവും, വീണ്ടും നല്ല അനുകൂല സാഹചര്യം ലഭിക്കുമ്പോൾ ആ തന്മാത്രകൾ കൂടി ചേർന്നിട്ടാണ് അതെന്ത് പോളിത്തീനായിട്ട് മാറുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി പോളിമറൈസേഷൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നിച്ചു ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. ഇങ്ങനെ ഉണ്ടാകുന്ന തന്മാത്രകളാണ് പോളിമറുകൾ. അപ്പോൾ പോളിമറൈസേഷനിലൂടെ ഉണ്ടാകുന്ന തന്മാത്രകളാണ് പോളിമർ. അനേകം ലഘു തന്മാത്രകൾ, ഈ ലഘു തന്മാത്രകൾക്ക് പറയുന്ന പേരാണ് മോണോമറുകൾ. ഇങ്ങനെ അനേകം മോണോമറുകൾ കൂടി ചേർന്ന് അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണിത് പോളിമറൈസേഷൻ. ഇങ്ങനെ ഉണ്ടാകുന്ന പോളിമറൈസേഷനിൽ ഉണ്ടാകുന്ന തന്മാത്രകളാണ് പോളിമറുകൾ. അപ്പോൾ ഈ ലഘു തന്മാത്രകളെ പറയുന്ന പേരാണ് മോണോമറുകൾ. അപ്പോൾ മോണോമറുകൾ കൂടി ചേർന്നിട്ടാണ് പോളിമറുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, അഡീഷൻ പ്രവർത്തനമാണ്. അഡീക്ഷനും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പൂരിത സംയുക്തങ്ങൾ ഉണ്ടാകും. ഈ പൂരിത സംയുക്തങ്ങൾ വീണ്ടും വീണ്ടും യോജിച്ചുകൊണ്ടാണ് എന്ത് ഇതുപോലെ പോളിമറുകൾ ഉണ്ടാകുന്നത്. ഇപ്രകാരം സംയോജിക്കുന്ന ലഘു തന്മാത്രകളെ മോണോമറുകൾ എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതും മനുഷ്യനിർമ്മിതവുമായ അനേകം പോളിമറുകൾ എന്തുണ്ട് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പൈപ്പുകളും മറ്റും നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പോളിമറാണെന്ത്, പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC. അനേകം ക്ലോറോ ഈഥീൻ തന്മാത്രകൾ ചേർന്നാണ് എന്ത് PVC ഉണ്ടാകുന്നത്. അപ്പോൾ പൂരിത സംയുക്തങ്ങളായ വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറോ ഈഥീൻ ചേർന്നിട്ടാണ് എന്തുണ്ട് പോളിമറായ PVC ഉണ്ടാകുന്നത്. പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC ഉണ്ടാകുന്നത്. PVCയുടെ മോണോമർ ഏതാണ്, വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറോ ഈഥീൻ എന്നും പറയാം, അല്ലെങ്കിൽ വിനൈൽ ക്ലോറൈഡ്. ഇതാണ് PVCയുടെ പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ മോണോമറുകൾ. ഇന്ന് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഇത് വിനൈൽ ക്ലോറൈഡ് പോളിവിനൈൽ ക്ലോറൈഡ് ആകുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ. അതേപോലെ ടെട്രാഫ്ലൂറോ ഈഥീന് ടഫ്ലോണായി മാറുന്നതും ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി ഈ ടഫ്ലോണ് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. നോൺ സ്റ്റിക്ക് പാചകപാത്രങ്ങളുടെ ഉൾപ്രതലത്തിൽ ആവരണം ഉണ്ടാക്കാനാണ് നമ്മൾ ടഫ്ലോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടഫ്ലോൺ ഉപയോഗിക്കുന്ന സാഹചര്യം ഏതാണ്, നോൺ സ്റ്റിക്ക് പാചകപാത്രങ്ങളുടെ ഉൾപ്രതലത്തിൽ ആവരണം ഉണ്ടാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യും ഉപയോഗിക്കുന്നത്, ടഫ്ലോൺ ഉപയോഗിക്കുന്നത്. നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി ജ്വലനം എന്താണെന്ന് നോക്കാം. ജ്വലനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈഡ്രോ കാർബണുകൾ കത്തുമ്പോൾ എന്ത് ചെയ്യും, ഇവ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകും. ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും, താപവും പ്രകാശവും ഉണ്ടാകും. ഈ പ്രവർത്തനത്തെയാണ് നമ്മൾ ജ്വലനം അല്ലെങ്കിൽ കമ്പഷൻ എന്ന് വിളിക്കുന്നത്. ജ്വലനം അല്ലെങ്കിൽ കമ്പ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഹൈഡ്രോ കാർബണുകൾ എന്ത് ചെയ്യും, വായുവിൽ ഓക്സിജനുമായി ഹൈഡ്രോ കാർബൺ കത്തുമ്പോൾ എന്ത് ചെയ്യും, വായുവിൽ ഓക്സിജനുമായി പ്രവർത്തിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ജലം ഉണ്ടാകും. കൂട്ടത്തിൽ എന്ത് ചെയ്യും, താപവും പ്രകാശവും ഉണ്ടാകും. ഈ പ്രവർത്തനത്തെയാണ് നമ്മൾ ജ്വലനം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോ കാർബണുകൾ കത്തുമ്പോൾ എന്ത് ചെയ്യും, വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകും. കൂട്ടത്തിൽ താപവും പ്രകാശവും ഉണ്ടാകും. ഈ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജ്വലനം എന്ന് പറയുന്നത്. ഇപ്പോൾ ജ്വലനത്തിന് കാരണമാവുന്നത് എന്താണ്, ഹൈഡ്രോ കാർബണുകൾ കത്തുന്നതാണ്. കത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, വായുവിൽ ഓക്സിജൻ ഉണ്ടല്ലോ, വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാവും. കൂട്ടത്തിൽ താപവും ഉണ്ടാവും, പ്രകാശവും ഉണ്ടാവും. അപ്പോൾ ഈ ജ്വലനം എന്താണ്, ഒരു താപമോചക പ്രവർത്തനമാണ്. താപത്തെ സ്വതന്ത്രമാക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്ത്, ജ്വലനം എന്ന് പറയുന്നത്. ഹൈഡ്രോ കാർബണുകൾ മിക്കവയും ഇന്ധനമായി ഉപയോഗിക്കുന്നവയാണ്. അപ്പോൾ ഈ ഹൈഡ്രോ കാർബണുകൾ ഇന്ധനമായി ഉപയോഗിക്കാനുള്ള ഒരു കാരണം എന്താണ്, ഇതിൻ്റെ ജ്വലനം എന്നുള്ള സവിശേഷത കാരണമാണത് ഹൈഡ്രോ കാർബണുകൾ നമ്മൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. മണ്ണെണ്ണ, പെട്രോൾ, LPG എന്നിവയൊക്കെ എന്താണ് ഹൈഡ്രോ കാർബണുകൾക്ക് ഉദാഹരണമാണ്. മണ്ണെണ്ണ, പെട്രോൾ, LPG മുതലായവ എന്താണ് ഇന്ധനമായി ഉപയോഗിക്കുന്ന ഹൈഡ്രോ കാർബണുകളാണ്.
നമ്മൾ പറഞ്ഞ കാര്യമാണ്, ജ്വലന പ്രക്രിയ ഒരു താപമോചക പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് എന്ത് ഹൈഡ്രോ കാർബണുകളെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജ്വലന പ്രക്രിയ എന്ന് പറഞ്ഞാൽ താപമോചക പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഹൈഡ്രോ കാർബണുകളെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഗാർഹിക ഇന്ധനമായ LPGയിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടൈനാണ്. നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ഗാർഹിക LPGയിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടൈനാണ്. ബ്യൂട്ടൈൻ്റെ രാസസൂത്രമാണ് C4H10 ആണ്. C4H10 ആണ്. ബ്യൂട്ടൈന് കത്തുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനത്തിന് സമവാക്യം നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗാർഹിക ഇന്ധനമായ LPGയിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടൈനാണ്. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈനാണ്. ബ്യൂട്ടൈൻ. ഗാർഹിക ഇന്ധനമായ LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. താപീയ വിഘടനം അടുത്തതാണ്. തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം. തന്മാത്രാ ഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോ കാർബണുകൾ എന്ത് ചെയ്യും? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ വിഘടിച്ചുകൊണ്ട് എന്ത് ചെയ്യും? തന്മാത്രാ ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്നു. ഈ പ്രക്രിയയാണ് എന്ത്? താപീയ വിഘടനം. ഇപ്പോൾ തന്മാത്രാ ഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോ കാർബണുകളുണ്ട്. അപ്പോൾ ഹൈഡ്രോ കാർബണുകളിൽ ചിലതിന് തന്മാത്രാ ഭാരം കൂടുതലുണ്ട്. ഇതെന്ത് ചെയ്യും? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ, വായു ഇല്ലാത്ത ഇതിൽ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? വിഘടിച്ചുകൊണ്ട് അതിൻ്റെ തന്മാത്രയുടെ ഭാരം കുറയും. ആ ഭാരം കുറഞ്ഞിട്ട് അത് ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറും. ഈ ഒരു പ്രക്രിയയാണ് എന്ത്? താപീയ വിഘടനം. അപ്പോൾ ചില ഹൈഡ്രോ കാർബണുകളുടെ തന്മാത്രകൾക്ക് ഭാരം കൂടുതലായിരിക്കും. ഇത് വായുവിൻ്റെ അസാന്നിധ്യത്തിൽ എന്ത് ചെയ്യും? ചൂടാക്കുകയാണെങ്കിൽ, വായുവിൻ്റെ സാന്നിധ്യം ഇല്ലാത്തിടത്ത് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? അത് വിഘടിച്ചുകൊണ്ട് ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറും. അപ്പോൾ ഭാരം കൂടിയത് എന്ത് ചെയ്യും? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ വിഘടിച്ചുകൊണ്ട് ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറും. ഈ ഒരു പ്രതിഭാസത്തെയാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ താപീയ വിഘടനം എന്ന് പറയുന്നത്. ഈ താപീയ വിഘടനത്തിലൂടെ നമുക്ക് നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചെടുക്കാൻ കഴിയും. താപീയ വിഘടനത്തിന് സാധ്യതയുള്ള ഏറ്റവും ലഘുവായ ഹൈഡ്രോ കാർബണുകളിൽ ഒന്നാണെന്ത്? പ്രൊപ്പൈൻ. ഇപ്പോൾ താപീയ വിഘടനത്തിന് സാധ്യതയുള്ള ഏറ്റവും ലഘുവായ ഹൈഡ്രോ കാർബണുകൾക്ക് ഉദാഹരണത്തിലൊന്നാണ് എന്ത്? പ്രൊപ്പൈൻ. ഈ പ്രൊപ്പൈൻ വിഘടിപ്പിച്ചാൽ നമുക്ക് ഈഥീന്, മീഥൈനൊക്കെ ഉണ്ടാക്കാം. അതേപോലെ ഹെപ്റ്റൈന്, ബ്യൂട്ടൈന്, പ്രൊപ്പീനൊക്കെ എന്ത് ചെയ്യാം? ഈ പ്രൊപ്പൈൻ ഉപയോഗിച്ചുകൊണ്ട് അത് വിഘടിച്ചു കഴിഞ്ഞാൽ ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായ പ്രൊപ്പൈന് വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭാരം കൂടിയ കാർബോഹൈഡ്രേറ്റായ പ്രൊപ്പൈന് വിഘടിച്ചാൽ ഈഥീന്, മീഥേന്, ഹെപ്റ്റൈന്, ബ്യൂട്ടൈന്, പ്രൊപ്പീന് എന്നിവയൊക്കെ ഉണ്ടാക്കാം. കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉൾപ്പെട്ട ഹൈഡ്രോ കാർബണുകൾ എന്ത് ചെയ്യും? താപീയ വിഘടനത്തിന് വിധേയമാകുമ്പോൾ കാർബൺ ചെയിൻ പല രീതിയിൽ വിഘടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ താപീയ വിഘടനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. അത് ഈ താപീയ വിഘടനത്തെ ആശ്രയിച്ചിരിക്കുന്ന ഹൈഡ്രോ കാർബണുകളുടെ സ്വഭാവം, താപനില, മർദ്ദം എന്നിവയാണ് എന്ത്? താപീയ വിഘടനത്തിന് വിധേയമാകുന്ന ഹൈഡ്രോ കാർബണുകളെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ താപീയ വിഘടനത്തിന് വിധേയമാകുന്ന ഹൈഡ്രോ കാർബണുകളുടെ സ്വഭാവം, താപനില, മർദ്ദം എന്നിവയെ ആശ്രയിച്ചാണ് എന്ത് ഉണ്ടാകുന്ന ഹൈഡ്രോ കാർബണുകൾ, വിഘടിക്കുന്ന ഹൈഡ്രോ കാർബണുകളുടെ പ്രത്യേകതകൾ. പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്താണ്? താപീയ വിഘടനത്തിന് വിധേയമാക്കുമ്പോൾ സംയുക്തങ്ങളിൽ ഉണ്ടാക്കുന്ന സംയുക്തങ്ങൾ എന്താണ്? പൂരിത ഹൈഡ്രോ കാർബണുകളും അപൂരിത ഹൈഡ്രോ കാർബണുകളും ഉണ്ടാക്കുന്നു. നമ്മൾ പൂരിത ഹൈഡ്രോ കാർബണുകൾ താപീയ വിഘടനത്തിന് വിധേയമാക്കുമ്പോൾ എന്ത് ചെയ്യും? പൂരിത ഹൈഡ്രോ കാർബണുകളും അപൂരിത ഹൈഡ്രോ കാർബണുകളും രണ്ടും ഉണ്ടാകുന്നു. നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്ത് ചെയ്യുക? താപീയ വിഘടനത്തിൽ ലഘുവായ തന്മാത്രകളാക്കി മാറ്റാൻ കഴിയും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതുപോലെ താപീയ വിഘടനം നടത്തിക്കൊണ്ട്, വായുവിൻ്റെ അസാന്നിധ്യത്തിൽ താപീയ വിഘടനം നടത്തിക്കൊണ്ട് ലഘുവായിട്ടുള്ള ഭാരം കുറഞ്ഞ തന്മാത്രകളാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ഇനി ഇവിടെ അഭികാരകങ്ങൾ, ഉൽപ്പന്നങ്ങൾ, രാസപ്രവർത്തനത്തിൻ്റെ പേര് എന്നാണ്. നമുക്ക് ഒരു കോളം തന്നിരിക്കുകയാണ്. കോളം തന്നിട്ട് നമ്മളോട് അതിൽ നോക്കി അത് പൂരിപ്പിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോളം ഒന്ന് നോട്ട് ചെയ്യുക. അഭികാരങ്ങൾ, ഉൽപ്പന്നങ്ങൾ, രാസപ്രവർത്തനത്തിൻ്റെ പേര്. അഡീഷൻ, താപീയ വിഘടനം, ആദേശ രാസപ്രവർത്തനം, പോളിമറൈസേഷൻ, ജ്വലനം എന്നിവയൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ കോളം ഇതുപോലെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കോളം ഒന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി ആൽക്കഹോളുകൾ എന്താണ് എന്നുള്ളത് നോക്കാം. മറ്റ് ചില ഓർഗാനിക് സംയുക്തങ്ങളെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആൽക്കഹോളുകൾ.
ആൽക്കഹോളുകൾ എന്ന് പറഞ്ഞാൽ -OH ഫങ്ഷണൽ ഗ്രൂപ്പുകളുള്ള കാർബണിക സംയുക്തങ്ങളാണിത് ആൽക്കഹോളുകൾ. -OH ഫങ്ഷണൽ ഗ്രൂപ്പുകളുള്ള കാർബണിക സംയുക്തങ്ങളാണിത് ആൽക്കഹോളുകൾ എന്ന് പറയുന്നത്. ഹൈഡ്രോക്സൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പുകളുള്ള കാർബണിക സംയുക്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൽക്കഹോളുകൾ എന്ന് പറയാം. മെഥനോളിനെ നമ്മൾ വുഡ് സ്പിരിറ്റ് എന്നും എഥനോളിനെ ഗ്രേപ്പ് സ്പിരിറ്റ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ മെഥനോളിനെ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്, മെഥനോളാണ്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെഥനോളാണ്. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എഥനോളാണ്. മെഥനോളും എഥനോളും രണ്ടും മാറരുത്. മെഥനോൾ വുഡ് സ്പിരിറ്റ്. അപ്പോൾ വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്, മെഥനോളാണ്. ഇനി എഥനോൾ ആണെങ്കിൽ എന്താണ്, ഗ്രേപ്പ് സ്പിരിറ്റ് എന്ന് അറിയപ്പെടുന്നു. മുന്തിരിയുമായി കണക്ട് ചെയ്യുക എഥനോൾ മുന്തിരി. അപ്പോൾ ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എഥനോളും വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെഥനോളുമാണ്. ഇനി ആൽക്കഹോളുകൾ എന്താണെന്ന് പറഞ്ഞാൽ -OH ഫങ്ഷണൽ ഗ്രൂപ്പുകളുള്ള കാർബണിക സംയുക്തങ്ങളാണ് ആൽക്കഹോളുകൾ. ഇനി മെഥനോൾ പറയാം. മെഥനോളിൻ്റെ ഉപയോഗങ്ങൾ നോക്കാം. മെഥനോളിൻ്റെ രാസസൂത്രവാക്യം CH3OH ആണ്. മെഥനോളിനെ നമ്മൾ എന്ത് ചെയ്യും, പെയിൻറ്റ് നിർമ്മാണത്തിൻ്റെ ലായകമായിട്ട് ഉപയോഗിക്കും. അതേപോലെ വാർണിഷ്, ഫോർമാലിൻ എന്നിവയുടെ നിർമ്മാണത്തിന് അഭികാരമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ മെഥനോളിനെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, പെയിൻറ്റ് നിർമ്മാണത്തിൽ ലായകമായിട്ട് ഉപയോഗിക്കും, വാർണിഷ്, ഫോർമാലിൻ എന്നിവയുടെ നിർമ്മാണത്തിലെ അഭികാരമായിട്ട് ഉപയോഗിക്കും. കാർബൺ മോണോക്സൈഡിൻ്റെ ഉയർന്ന ഊഷ്മാവിലും ഉയർന്ന മർദ്ദത്തിലും ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിലും ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിച്ചാണ് എന്ത്, മെഥനോൾ വ്യാവസായികമായി നിർമ്മിക്കുന്നത്. ഇപ്പോൾ മെഥനോൾ വ്യാവസായികമായി നിർമ്മിക്കുന്നത് എങ്ങനെയാണ്, കാർബൺ മോണോക്സൈഡിനെ ഉയർന്ന ഊഷ്മാവിലും അതുപോലെ ഉയർന്ന മർദ്ദത്തിലും എന്ത് ചെയ്യും, ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജനുമായി പ്രവർത്തിപ്പിച്ചാണ് എന്ത്, മെഥനോൾ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ വ്യാവസായികമായി മെഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്, എങ്ങനെയാണ്, കാർബൺ മോണോക്സൈഡിനെ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യും, കൂടിയ ഊഷ്മാവിലും കൂടിയ മർദ്ദത്തിലും ഹൈഡ്രജനുമായിട്ട് എന്ത് ചെയ്യും, പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് എന്ത്, മെഥനോൾ വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ കൂടിയ ഊഷ്മാവിലും മർദ്ദത്തിലും ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ട് കാർബൺ മോണോക്സൈഡിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് എന്ത്, വ്യാവസായിക അടിസ്ഥാനത്തിൽ മെഥനോൾ ഉണ്ടാക്കുന്നത്. അടുത്തതാണ് എഥനോൾ. എഥനോൾ എന്താണ്, വിവിധ ഓർഗാനിക് സംയുക്തങ്ങൾ, പെയിൻറ്റ് എന്നിവയുടെ നിർമ്മാണത്തിന് എഥനോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പെയിൻറ്റിൻ്റെ നിർമ്മാണത്തിന് അപ്പം നമ്മൾ എഥനോളും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഓർഗാനിക് സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ, പെയിൻറ്റ് എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിൽ, അതേപോലെ ഓർഗാനിക് ലായകമായിട്ടും എന്തുണ്ട്, എഥനോൾ ഉപയോഗിക്കും. അതുപോലെ ഒറ്റക്കോ മറ്റു സംയുക്തങ്ങളുമായി ചേർത്തോ എന്ത് ചെയ്യും, ഇന്ധനമായിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒറ്റക്കോ അല്ലെങ്കിൽ മറ്റു സംയുക്തങ്ങളായി ചേർത്തുകൊണ്ടോ ഇന്ധനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എഥനോൾ ഉപയോഗിക്കാറുണ്ട്. ഓർഗാനിക് സംയുക്തങ്ങൾ, പെയിൻറ്റ് എന്നിവയുടെ നിർമ്മാണത്തിലും ഓർഗാനിക് ലായകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എഥനോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഒരു പദസൂര്യൻ തന്നിരിക്കുകയാണ്, അതിൻ്റെ എഥനോളിൻ്റെ ബീവറേജ്, ഇന്ധനം, ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണം, പ്രിസർവേറ്റീവ്, മരുന്നുകളുടെ ലായകം, ഇതിനൊക്കെ നമ്മൾ എന്തുണ്ട്, എഥനോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി എഥനോൾ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്, പഞ്ചസാര നിർമ്മാണ സമയത്ത് പഞ്ചസാര ക്രിസ്റ്റലുകൾ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകം അഥവാ മദർ ലിക്വിഡ് എന്താണ്, അതിനാണ് നമ്മൾ മൊളാസിസ് എന്ന് പറയുന്നത്. ഈ മൊളാസിസ് എന്ത് ചെയ്യും, നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്ത് ഫെർമെൻറ്റേഷൻ നടത്തി കണ്ടാണ് എന്ത്, എഥനോൾ നിർമ്മിക്കുന്നത്. നമ്മൾ പഞ്ചസാര ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പഞ്ചസാരയുടെ ക്രിസ്റ്റലുകൾ ശേഖരിക്കും. എന്നിട്ട് അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രാവകത്തിന് എന്ത് ചെയ്യും, ഈ മാതൃദ്രാവകത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൊളാസിസ് എന്ന് വിളിക്കുന്നത്. ഈ മാതൃദ്രാവകത്തിലേക്ക് എന്ത് ചെയ്യും, മൊളാസിസിലേക്ക് എന്ത് ചെയ്യും, നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്തുകൊണ്ട് ഫോർമെൻറ്റേഷൻ നടത്തിയാണ് നമ്മൾ എഥനോൾ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. പഞ്ചസാരൻ്റെ നിർമ്മാണ സമയത്ത് എന്ത് ചെയ്യും, പഞ്ചസാരൻ്റെ ക്രിസ്റ്റലുകൾ ശേഖരിക്കും. ഈ ശേഖരിച്ച് അവശേഷിക്കുന്ന പഞ്ചസാരയുടെ പഞ്ചസാര അടങ്ങിയ, അപ്പോൾ ഈ ക്രിസ്റ്റൽ ശേഖരിച്ച ശേഷം അവശേഷിക്കുന്ന പഞ്ചസാര അടങ്ങിയ മാതൃദ്രവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊളാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാതൃദ്രവം അല്ലെങ്കിൽ മൊളാസിസിനെ എന്ത് ചെയ്യും, നേർപ്പിക്കും. നേർപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യും, കുറച്ച് ഈസ്റ്റ് ചേർക്കും.
ഇങ്ങനെ ഈസ്റ്റ് ചേർത്തിട്ട് അത് എന്ത് ചെയ്യും ഫെർമെൻറ്റേഷൻ നടത്തും. ഈസ്റ്റ് ചേർത്ത് ഫെർമെൻറ്റേഷൻ നടത്തിയിട്ടാണ് നമ്മൾ എഥനോൾ നിർമ്മിക്കുന്നത്. എഥനോൾ നിർമ്മിക്കുന്നത് വ്യാവസായികമായി നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി കരുതുന്നു. ഇനി ഈസ്റ്റിലുള്ള ഇൻവെർട്ടേഴ്സ്, സൈമേഴ്സ് എന്നീ എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യും, ഏതാനും ദിവസങ്ങൾക്കകം ഇത് എഥനോളായി മാറും. അപ്പോൾ നമ്മൾ ഫെർമെൻറ്റേഷൻ നടത്തി കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എഥനോൾ ആവുന്നത് എന്ന് പറഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് ആവുന്നത് എന്ന് ചോദിച്ചാൽ സൈമേഴ്സ് ഇൻവെർട്ടേഴ്സ്, സൈമേഴ്സ് എന്നീ എൻസൈമുകളുണ്ട്. അപ്പോൾ ഈസ്റ്റിലുള്ള എൻസൈമുകളാണ് ഇൻവെർട്ടേഴ്സും സൈമേഴ്സും. ഇൻവെർട്ടേഴ്സും സൈമേഴ്സും ഈസ്റ്റിലുള്ള എൻസൈമുകളാണ്. ഇതിൻ്റെ സാന്നിധ്യത്തിൽ എന്താവും, ഏതാനും ദിവസം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് എഥനോളായിട്ട് മാറും. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. 8 മുതൽ 10% വരെ എന്താവും, ഇപ്പം നമ്മൾ ഈ ചെയ്ത പ്രോസസ്സിങ്ങിൽ എഥനോൾ അടങ്ങിയിരിക്കും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, വാഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫെർമെൻറ്റേഷൻ നടത്തി ഉണ്ടാക്കുന്ന ഇതിനെ നമ്മൾ വാഷ് എന്നാണ് പറയുന്നത്. 8 മുതൽ 10% വരെ ഇതിൽ എഥനോൾ അടങ്ങിയിട്ടുണ്ടാവും. വാഷിനെ നമ്മൾ എന്ത് ചെയ്യും, അംശിക സേചനം നടത്തി 95.6% വീര്യമുള്ള എഥനോൾ അഥവാ റെക്ടിഫൈഡ് സ്പിരിറ്റ് നിർമ്മിക്കും. അപ്പോൾ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 95.6% വീര്യമുള്ള എഥനോളാണ് എന്ത്, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 95.6% വീര്യമുള്ള എഥനോളാണ്. ഈ എഥനോൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, നമ്മൾ വാഷിൽ നിന്ന് അംശിക സേചനം വഴി 95.6% വീര്യമുള്ള എഥനോൾ നിർമ്മിക്കും. ഈ എഥനോളിനെയാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ വാഷിൽ നിന്ന് അംശിക സേചനം വഴി നമ്മൾ നിർമ്മിക്കുന്ന 95.6% വീര്യമുള്ള എഥനോളാണെന്ത്, റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഇനി മദ്യപാനത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യും, വ്യാവസായിക ആവശ്യത്തിനുള്ള എഥനോളിൽ വിഷപദാർത്ഥങ്ങൾ ചേർക്കും. ഈ ഉൽപ്പന്നത്തെ നമ്മൾ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയും. അപ്പോൾ മദ്യപാനത്തിന് ദുരുപയോഗം ചെയ്യാതിരിക്കാനായിട്ട് വ്യാവസായിക ആവശ്യത്തിൽ എഥനോൾ നിർമ്മിക്കുമ്പോൾ എന്ത് ചെയ്യും, വിഷപദാർത്ഥങ്ങൾ അതിൽ ചേർക്കും. ഇങ്ങനെ വിഷപദാർത്ഥങ്ങൾ ചേർത്ത ഈ എഥനോളിനെ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയും. അപ്പോൾ വിഷപദാർത്ഥങ്ങൾ ചേർത്തത് എഥനോളിനെയാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. വിഷപദാർത്ഥങ്ങൾ എന്ത് ചെയ്യും, എഥനോളിൽ ചേർത്താൽ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് മെഥിലേറ്റഡ് സ്പിരിറ്റ്. അപ്പോൾ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്താണ്, ഈ വിഷപദാർത്ഥങ്ങൾ ചേർത്ത ഇതിനെയാണ് ഉൽപ്പന്നത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇനി വിഷപദാർത്ഥമായി മെഥനോൾ ചേർത്താൽ എന്ത് ചെയ്യും, ഇത് വിഷപദാർത്ഥമായിട്ട് മെഥനോൾ ചേർത്ത് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് എന്ത്, മെഥിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് 99%-ലധികം ശുദ്ധമായ എഥനോളിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ 99% അല്ലെങ്കിൽ 99%-ലധികം ശുദ്ധമായ എഥനോളിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ 99.5% സ്പിരിറ്റും 5% ജലവും അടങ്ങിയതാണ് എന്ത്, ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 95%-ലധികം ശുദ്ധമായ എഥനോളിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഈ ആബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതമാണ് എന്ത്, പവർ ആൽക്കഹോൾ. നമ്മൾ ഈ ആബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർത്തുകൊണ്ട് ഇന്ധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ മിശ്രിതത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്താണ്, പവർ ആൽക്കഹോളാണ്. ആബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർന്ന മിശ്രിതമായ പവർ ആൽക്കഹോളാണ് എന്ത്, നമ്മൾ വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളെ ബൈക്കിലൊക്കെ പെട്രോൾ അടിക്കുമ്പോൾ ആ പെട്രോൾ എന്തുണ്ട്, എഥനോൾ അടങ്ങിയിട്ടുണ്ട്. ആബ്സല്യൂട്ട് ആൽക്കഹോളായ 99% ശുദ്ധമായ ആബ്സല്യൂട്ട് ആൽക്കഹോളായ എഥനോൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ വാഹനത്തിൽ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ. അപ്പോൾ ഈ പെട്രോളും എഥനോളും ചേർന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളായ ബാർലി, അരി, മരച്ചീനി എന്നിവയിലൊക്കെ ഉണ്ട് സ്റ്റാർച്ച് വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് എഥനോൾ നിർമ്മിക്കാൻ കഴിയും. ഇപ്പോൾ സ്റ്റാർച്ച് അടങ്ങിയ വസ്തുക്കളായ ബാർലി, അരി, മരച്ചീനി എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് എഥനോൾ നിർമ്മിക്കാൻ കഴിയുന്നതാണ്. അടുത്തതാണ് കാർബോക്സിലിക് ആസിഡുകൾ.
-COOH ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളാണ് എന്ത്? കാർബോക്സിലിക് ആസിഡ്. ഇപ്പോൾ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ -COOH ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയ സംയുക്തങ്ങളാണ് കാർബോക്സിലിക് ആസിഡുകൾ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തന്മാത്രാവാക്യം, ഘടനാവാക്യം, അതേപോലെ ഇതിൻ്റെ സാധാരണ നാമവും IUPAC നാമവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെഥനോയിക് ആസിഡ് സാധാരണ നാമം എന്താണ്? ഫോമിക് ആസിഡാണ്. എഥനോയിക് ആസിഡിൻ്റെ അസറ്റിക് ആസിഡാണ്. പ്രൊപ്പനോയിക് ആസിഡിന് പ്രൊപ്യേണിക് ആസിഡാണ്. ജസ്റ്റ് ഈ കോളം ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. മിക്ക പഴങ്ങളിലും ഓർഗാനിക് ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏത് പഴം എടുത്താലും അതിൽ ഓർഗാനിക് ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഓർഗാനിക് ആസിഡുകളെയാണ് നമ്മൾ എന്ത് ചെയ്യും? ഫാറ്റി ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. ഫാറ്റി ആസിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ആസിഡിനെയാണ് നമ്മൾ ഫാറ്റി ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഓർഗാനിക് ആസിഡുകളെയാണ് നമ്മൾ ഫാറ്റി ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. ഏകദേശം 5.5 മുതൽ 8% വരെ വീര്യമുള്ള എഥനോയിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡാണ് എന്ത്? വിനാഗിരി. വിനാഗിരിയുടെ രാസനാമമാണെന്ത്? അസറ്റിക് ആസിഡ്. ഏകദേശം 5 മുതൽ 8% വീര്യമുള്ള എഥനോയിക് ആസിഡാണ് എന്ത്? വിനാഗിരി അല്ലെങ്കിൽ അസറ്റിക് ആസിഡ്. അപ്പോൾ നമ്മൾ ഫാറ്റി ആസിഡ് എന്താണ്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഓർഗാനിക് ആസിഡാണ് എന്ത്? ഫാറ്റി ആസിഡ്. 5 മുതൽ 8% വീര്യമുള്ള എഥനോയിക് ആസിഡാണ് എന്ത്? അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരി എന്നറിയപ്പെടുന്നത്. എഥനോളിനെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയ ഉപയോഗിച്ച് നമുക്ക് ഫെർമെൻറ്റേഷൻ നടത്തി വിനാഗിരി നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഫെർമെൻറ്റേഷനിലൂടെ വിനാഗിരി നിർമ്മിക്കാൻ കഴിയും. എങ്ങനെ? അപ്പോൾ നമ്മൾ അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയ ഉപയോഗിച്ച് ഫെർമെൻറ്റേഷൻ നടത്തിക്കൊണ്ട് വിനാഗിരി നിർമ്മിക്കാം. എഥനോളിനെ എന്ത് ചെയ്യുക? വായുവിൻ്റെ സാന്നിധ്യത്തിൽ അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫെർമെൻറ്റേഷൻ നടത്തി വിനാഗിരി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നിർമ്മിക്കാൻ കഴിയും. എഥനോയിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം എന്താണ്? മെഥനോളിൻ്റെ ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിച്ചാണ് എന്ത്? എഥനോയിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നത്. എഥനോയിക് ആസിഡ് എങ്ങനെയാണ് നമ്മൾ വ്യാവസായികമായി നിർമ്മിക്കുന്നത്? മെഥനോളിനെ എന്ത് ചെയ്യും? ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിപ്പിച്ചാണ് എന്ത്? എഥനോയിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നത്. എഥനോയിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നത് മെഥനോളിനെ എന്ത് ചെയ്യും? നമ്മൾ ഏതെങ്കിലും ഒരു ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യും? കാർബൺ മോണോക്സൈഡുമായി ലയിപ്പിച്ച് അല്ലെങ്കിൽ അതുമായി പ്രവർത്തിപ്പിച്ചാണ് എന്ത്? എഥനോയിക് ആസിഡിനെ വ്യാവസായികമായിട്ട് ഉണ്ടാക്കുന്നത്. മെഥനോളിനെ ഏതെങ്കിലും ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിപ്പിച്ചാണ് നമ്മൾ എഥനോയിക് ആസിഡിനെ വ്യാവസായികമായി നിർമ്മിക്കുന്നത്. എഥനോയിക് ആസിഡിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്? പ്രധാനപ്പെട്ട 2 ഉപയോഗങ്ങളാണ്. റയോണിൻ്റെ നിർമ്മാണത്തിൽ, അതേപോലെ റബ്ബർ, സിൽക്ക് വ്യവസായത്തിലൊക്കെ നമ്മൾ എഥനോയിക് ആസിഡിൻ്റെ ഉപയോഗമുണ്ട്. എഥനോയിക് ആസിഡ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് റയോണിൻ്റെ നിർമ്മാണം, അതുപോലെ റബ്ബർ, സിൽക്ക് വ്യവസായവും. അടുത്തതാണ് എസ്റ്ററുകൾ അല്ലെങ്കിൽ എസ്റ്റേഴ്സ്. ആൽക്കഹോളുകളും ഓർഗാനിക് ആസിഡുകളും തമ്മിൽ പ്രവർത്തിച്ചാൽ ലഭിക്കുന്നതാണ് എന്ത്? എസ്റ്ററുകൾ. ഈ പ്രവർത്തനത്തെ നമ്മൾ എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ആൽക്കഹോളും ഓർഗാനിക് ആസിഡുകളും തമ്മിൽ പ്രവർത്തിച്ചാൽ ലഭിക്കുന്നതാണ് എന്ത്? എസ്റ്ററുകൾ. ഈ ഒരു പ്രക്രിയയെ നമ്മൾ എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നു. അപ്പോൾ എസ്റ്ററിഫിക്കേഷൻ. ആൽക്കഹോളും ഓർഗാനിക് ആസിഡുകളും തമ്മിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണെന്ത്? ലഭിക്കുന്നതാണ് എന്ത്? എസ്റ്റർ. ഈ ഒരു പ്രവർത്തനത്തെ നമ്മൾ എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയും. ഒന്നും കൂടി പറയാം. ആൽക്കഹോളുകളും അതുപോലെ ഓർഗാനിക് ആസിഡുകളും തമ്മിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവ തമ്മിൽ പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനത്തെ നമ്മൾ എസ്റ്ററിഫിക്കേഷൻ എന്ന് വിളിക്കും. അത് തമ്മിൽ പ്രവർത്തിച്ചാൽ ലഭിക്കുന്നതാണ് എന്ത്? എസ്റ്ററുകൾ. ഈ പ്രവർത്തനത്തെ എസ്റ്ററിഫിക്കേഷൻ എന്നും വിളിക്കും. പഴങ്ങളുടെയും പൂക്കളുടെയും സുഗന്ധമാണ് എന്ത്? എസ്റ്ററിനുള്ളത്. അപ്പോൾ പഴങ്ങളുടെയും പൂക്കളുടെയും സുഗന്ധമാണെന്ത്? എസ്റ്ററുകൾക്ക് ഉള്ളത്. എസ്റ്റർ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുക? ആൽക്കഹോളുകളും ഓർഗാനിക് ആസിഡുകളും തമ്മിൽ പ്രവർത്തിപ്പിക്കും. അങ്ങനെയാണ് നമുക്ക് എസ്റ്റർ ലഭിക്കുന്നത്. ഈ പ്രക്രിയയെ നമ്മൾ എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയും. പഴങ്ങളുടെയും പൂക്കളുടെയും സുഗന്ധമാണെന്ത്? എസ്റ്ററുകൾക്ക് ഉള്ളത്.
നമ്മൾ എഥനോയിക് ആസിഡും എഥനോളും ഗാഢ സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചാൽ ഈഥൈൽ എഥനോയിറ്റ് എന്ന എസ്റ്റർ ഉണ്ടാകും. അപ്പോൾ എഥനോയിക് ആസിഡും എഥനോളും എന്ത് ചെയ്യും? ഗാഢ സൾഫ്യൂരിക്കിൻ്റെ ആസിഡ് സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചാൽ ഈഥൈൽ എഥനോയിറ്റ് എന്ന എസ്റ്ററാണ് ഉണ്ടാകുന്നത്. ഈഥൈൽ എഥനോയിറ്റ് എന്ന എസ്റ്റർ ഉണ്ടാകുന്നു. ഇവിടെ അതിൻ്റെ പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. എഥനോയിക് ആസിഡ് എഥനോളും ഗാഢ സൾഫ്യൂരിക് ആസിഡ് സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? ഈഥൈൽ എഥനോയിറ്റ് എന്നുള്ള എസ്റ്റർ ഉണ്ടാകും. ഈ തന്നിരിക്കുന്ന ഘടനാവാക്യങ്ങൾ പരിശോധിച്ച് എസ്റ്ററുകളെ തിരഞ്ഞെടുക്കൂ. ഈ എസ്റ്ററുകൾ നിർമ്മിക്കാനാവശ്യമായ രാസവസ്തുക്കൾ കണ്ടെത്തുമല്ലോ എന്നുള്ള ഒരു പഠന പ്രവർത്തനമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തതാണ് സോപ്പ്. പാമിറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഒലീക് ആസിഡ് മുതലായ ഫാറ്റി ആസിഡുകളും ഗ്ലിസറോൾ എന്ന ആൽക്കഹോളും ചേരുമ്പോൾ ഉണ്ടാകുന്ന എസ്റ്ററുകളാണെന്ത്? എണ്ണകളും കൊഴുപ്പുകളും. എണ്ണകളും കൊഴുപ്പുകളും ആൽക്കലികളുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ലവണങ്ങളാണെന്ത്? സോപ്പ്. സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ആദ്യം നമ്മൾ പാമിറ്റിക് ആസിഡ്, അതുപോലെ സ്റ്റിയറിക് ആസിഡ്, ഒലീക് ആസിഡ് എന്നീ ഫാറ്റി ആസിഡ്. അപ്പോൾ ഫാറ്റി ആസിഡുകൾക്ക് ഉദാഹരണമാണ് എന്ത്? പാമിറ്റിക്, സ്റ്റിയറിക്, ഒലീക് ആസിഡുകൾ. അപ്പോൾ ഈ ഫാറ്റി ആസിഡുകളായ പാമിറ്റിക്, സ്റ്റിയറിക്, ഒലീക്കൊക്കെ ഗ്ലിസ്റ്ററോൾ എന്ന ആൽക്കഹോളായിട്ട് ചേരുമ്പോൾ എന്ത് ചെയ്യും? എണ്ണകളും കൊഴുപ്പുകളും ഉണ്ടാവും. ഇതാണ് എന്ത്? എസ്റ്ററുകൾ. ഈ എണ്ണകളും കൊഴുപ്പുകളും എന്ത് ചെയ്യും? വീണ്ടും ആൽക്കലികളുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ലവണമാണെന്ത്? സോപ്പ് എന്ന് പറയുന്നത്. സോപ്പ് എന്താണ്? ഒരു ലവണമാണ്. ഈ ലവണം എങ്ങനെയാണ് ലഭിക്കുന്നത്? ആദ്യം പാമിറ്റിക് ആസിഡും സ്റ്റിയറിക് ആസിഡും ഒലീക് ആസിഡും ഈ ഗ്ലിസ്റ്ററോൾ ആൽക്കഹോളുമായിട്ട് ചേരുമ്പോൾ എണ്ണയും കൊഴുപ്പും എന്നുള്ള എന്ത് ചെയ്യും? ഗ്ലിസ്റ്റർ ഉണ്ടാകും. എണ്ണയും കൊഴുപ്പും എന്നുള്ള എസ്റ്റർ ഉണ്ടാകും. ഈ എസ്റ്ററുകൾ പിന്നും ആൽക്കലിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ലവണമാണെന്ത്? സോപ്പ്. ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കലികളാണെന്ത്? സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. സോപ്പ് ഉണ്ടാക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന ആൽക്കലികളാണ് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമാണ് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. വ്യാവസായികമായി സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ഹോട്ട് പ്രോസസ്സ്. വ്യാവസായികമായി സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹോട്ട് പ്രോസസ്സ്. ഇതിലെന്ത് ചെയ്യും? ഈ ഹോട്ട് പ്രോസസ്സിൽ ഉപോൽപ്പന്നമായി ലഭിക്കുന്ന ഗ്ലിസറോൾ ഔഷധങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയ ഒട്ടേറെ പദാർത്ഥങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഹോട്ട് പ്രോസസ്സ്, സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹോട്ട് പ്രോസസ്സിൽ നമുക്ക് എന്ത് ചെയ്യും? ഗ്ലിസറോൾ ഔഷധങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ പദാർത്ഥങ്ങൾ നിർമ്മിക്കാൻ ഈ ഹോട്ട് പ്രോസസ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ വ്യാവസായികമായി സോപ്പ് നിർമ്മിക്കുന്ന പ്രക്രിയ ഹോട്ട് പ്രോസസ്സ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഹോട്ട് പ്രോസസ്സ് നടത്തുമ്പോൾ ഉപോൽപ്പന്നമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഗ്ലിസറോൾ ഔഷധങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ലഭിക്കും. ഇങ്ങനെ ഇത് എന്ത് ചെയ്യും? ഒട്ടേറെ പദാർത്ഥങ്ങൾ നിർമ്മിക്കാൻ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞത് തന്നെയാണ്. ഇവിടെ സോപ്പ് നിർമ്മിക്കാനാണ്, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സോപ്പ് എങ്ങനെയാണ് അഴുക്കിനെ നീക്കം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നാലും ഒന്നും കൂടിയും പറയാം. സോപ്പിന് എണ്ണകളിൽ ലയിക്കുന്ന ഒരു നോൺ പോളാർ അഗ്രവും അതുപോലെ ജലത്തിൽ ലയിക്കുന്ന ഒരു പോളാർ അഗ്രവും ഉണ്ട്. സോപ്പിൻ്റെ പ്രത്യേകത എന്താണ്? 2 അഗ്രങ്ങളുണ്ട്. എണ്ണയിൽ ലയിക്കുന്ന ഒരു നോൺ പോളാർ അഗ്രം, അതുപോലെ ജലത്തിൽ ലയിക്കുന്ന ഒരു പോളാർ അഗ്രം. ഇങ്ങനെ 2 അഗ്രങ്ങൾ സോപ്പിനുണ്ട്. അപ്പോൾ സോപ്പിലെ ഹൈഡ്രോ കാർബൺ എന്ത് ചെയ്യും? എണ്ണയിൽ ലയിക്കും. അതേപോലെ അയോണിക ഭാഗം, പോളാർ ഭാഗം എന്ത് ചെയ്യും? ജലത്തിൽ ലയിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അതിനാൽ സോപ്പിൻ്റെ സാന്നിധ്യത്തിൽ അഴുക്കിനെ എളുപ്പം നീക്കം ചെയ്യാൻ കഴിയും. കൂടാതെ ജലത്തിൽ സോപ്പ് ചേർക്കുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ പ്രതല ബലം കുറയുകയും തുണി നന്നായി നനയുകയും ചെയ്യും. അപ്പോൾ ജലത്തിനും അഴുക്കിനും ഇടയിൽ സോപ്പ് ഒരു കണ്ണിയായി പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? അഴുക്കിനെ നീക്കം ചെയ്യുന്നു. ആ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഡിറ്റർജൻ്റാണ്. സോപ്പുകളെ പോലെ ശുചീകാരികളാണ് എന്ത്? ഡിറ്റർജൻറ്റുകൾ. ഇവക്കും സോപ്പിനെ പോലെ തന്നെ എന്ത്? എണ്ണയിൽ ലയിക്കുന്ന ഒരു നോൺ പോളാർ ഭാഗവും ജലത്തിൽ ലയിക്കുന്ന ഒരു പോളാർ ഭാഗവും ഉണ്ട്. കോള്, പെട്രോളിയം ഇവയിൽ നിന്ന് ലഭിക്കുന്ന ഹൈഡ്രോ കാർബണുകളിൽ നിന്നാണ് എന്ത്? ഡിറ്റർജൻറ്റുകൾ നിർമ്മിക്കുന്നത്. കോള് അഥവാ കൽക്കരി, പെട്രോളിയം എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ഹൈഡ്രോ കാർബണുകളിൽ നിന്നാണ് എന്ത്? ഡിറ്റർജൻറ്റുകൾ നിർമ്മിക്കുന്നത്. ഇനി നമ്മൾ മിക്ക ഡിറ്റർജൻറ്റും എന്താണ്? സൾഫോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ്. മിക്ക ഡിറ്റർജൻറ്റും എന്താണ്? സൾഫോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ്.
കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഇവയിൽ നിന്ന് ലഭിക്കുന്ന ഹൈഡ്രോ കാർബണുകളിൽ നിന്നാണ് എന്ത് ഡിറ്റർജൻറ്റ് നിർമ്മിക്കുന്നത്. മിക്ക ഡിറ്റർജൻറ്റ് എന്താണ് സൾഫോണിക് ആസിഡിൻ്റെ ലവണങ്ങൾ ആണ്. ഇനി ഡിറ്റർജൻറ്റുകളുടെ ഉപയോഗം നമുക്ക് അമിതമായ ഉപയോഗം എന്ത് ചെയ്യും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും. അത് ജസ്റ്റ് അവിടെ ഒന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നും വായിക്കാനേ നമുക്ക് പോകാൻ മാത്രമേ ഉള്ളൂ. ഇനി അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മളെ എന്താ പറയുക ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മുടെ രസതന്ത്ര നിത്യജീവിതത്തിൽ എന്നുള്ള മൊഡ്യൂൾ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ഒരു മൊഡ്യൂളുമായിട്ട് നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.